ഷുഗർ ഡൗൺ ആയി കൊളാപ്സ് ആയി ബോധമില്ലാതെ കിടക്കും. നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടും അവർ റിവൈവ് ചെയ്തെടുത്തിട്ട് അവർ പറയും ഇൻസുലിൻ ബോഡി കയറിയിട്ടില്ല എന്ന് പറയും. സോ അപ്പൂപ്പൻ ഒട്ടും കേപ്പബിൾ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് ഹിംസെൽഫ് ഓൺ ഹിസ് ഓൺ അല്ലായിരുന്നു. ദോ ഹി തോട്ട് ഹി വാസ്. ഹി നീഡഡ് എ ഹോം നഴ്സ്. അങ്ങനെയാണ് അപ്പൂപ്പൻ്റെ സർജറി കഴിഞ്ഞ് നമ്മൾ ഇവിടെ ലൈഫ് കെയർ ലൈഫ് കെയർ എന്ന് പറയുന്ന ഏജൻസിന്നാണ് ലൈഫ് കെയർ സതീഷ് വാസ് ഗൈഡ്. നമ്മളാണ് ഹോം നഴ്സിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പം അമ്മൂമ്മയ്ക്ക് ഭയങ്കര വൃത്തിപ്രാന്ത കൂടി ആരും വീട്ടിൽ വരുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഹോം നഴ്സ് വീട്ടിലുള്ളത് പുള്ളിക്കാരിക്ക് കംഫർട്ടബിൾ ആയിരുന്നില്ല. ഇറ്റ് വാസ് വെരി ബിഗ് ഹൗസ്, 5 ബെഡ്റൂം അറിയാലോ, 5 ബെഡ്റൂമുള്ള വീടാണ്. ഷീ ഹേറ്റഡ് ദ ഹോം നഴ്സസ് ഇൻ ദ ഹൗസ്. അതുകൊണ്ട് ഹോം നഴ്സ് വരും, ഇവർ ഓരോ പ്രശ്നം ഉണ്ടാക്കി ഈ ഹോം നഴ്സസ് പോകും. ആൻഡ് ബിറ്റ്വീൻ സെപ്റ്റംബർ ടു മാർച്ച് അമ്മ എത്ര ഹോം നഴ്സ് വന്നൊരു 15 ഹോം നഴ്സ് എങ്കിലും വന്നിട്ടുണ്ട് ഇവരുടെ വീട്ടിൽ. ലൈക്ക് എത്ര പേര്, ആദി, അലൻ, സഞ്ജു, സതീഷ്, അഭിജിത്ത്, അങ്ങനെ വരും പോവും. നമ്മൾ കഷ്ടപ്പെട്ട് കൊണ്ടുപോകും. അവസാനമൊക്കെ നമ്മൾ കാല് പിടിച്ച ഹോം നഴ്സുകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. കാരണം ഈ ഹോം നഴ്സ് വരുന്ന ഒരാഴ്ച അപ്പൂപ്പൻ്റെ കാര്യങ്ങൾ ഓക്കെ ആയിട്ട് പോകും. ഈ ലേഡിയുടെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ ഈ ഹോം നഴ്സ് അമ്മേനെ എന്നെ വിളിച്ച് മെസ്സേജും വോയിസ് നോട്ടും അയച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ഫോണിലുണ്ട്.